And welcome to the new video. So in the last video I have discussed about product quantization error and derived an expression for product quantization error. Product quantization error ആണ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് അതായത് ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ, ഡയറക്റ്റ് ഫോം 1, ഡയറക്റ്റ് ഫോം 2, കാസ്കേഡ് റിയലൈസേഷൻ ഇതിലൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ക്വാണ്ടൈസേഷൻ എടുക്കുന്നത്, അതിനനുസരിച്ച് എങ്ങനെ ട്രാൻസ്ഫർ ഫംഗ്ഷനുകൾ കാണുന്നത് എന്നുള്ളതൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ പ്രോബ്ലമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് തന്നെ രണ്ട് മെത്തേഡിൽ ചെയ്യാം. ഇപ്പോൾ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻസിൻ്റെ ബേസിൽ ഏത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. സോ സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഓഫ് എൻ, അതായത് എച്ച് കെ ഓഫ് എൻ കണ്ടിട്ട് ഇമ്പൾസ് റെസ്പോൺസ് കണ്ടിട്ട് ഏത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണെങ്കിലും അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് കണ്ടിട്ട് ബേസിക് ഇക്വേഷനിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അതായത് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതായത് സിഗ്മ ഇ കെ ഒ പി സ്ക്വയർ കിട്ടുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഏത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന വാരിയൻസ്. അപ്പോൾ അത് സിഗ്മ ഇ കെ സ്ക്വയർ സമ്മേഷൻ എൻ ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എച്ച് കെ ഓഫ് എൻ സ്ക്വയർ ചെയ്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ഓരോന്നിൻ്റെയും സം എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടും. അപ്പോൾ ഇതിന് ഈ ഒരു എക്സ്പ്രഷനെ നമുക്ക് വേണമെങ്കിൽ റെസിഡ്യൂ തിയറം വെച്ചിട്ട്, അതായത് പാർട്ടിസിപ്പിൾസ് വെച്ച് റെസിഡ്യൂ വെച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ അത് ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് വലുതാവണതിനനുസരിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി എളുപ്പം ഈ മെത്തേഡ് ആയിരിക്കും. തൽക്കാലം ഞാൻ ഇതിലാദ്യം പറയുന്നത് ഈ മെത്തേഡ് വെച്ചിട്ടാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള തന്നെയാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, എന്താ പറയുക, എച്ച് ഓഫ് സെഡ് ഇൻറ്റു എച്ച് ഓഫ് സെഡ് റേസ് ടു മൈനസ് 1 ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് 1. അത് ഇവിടെ ആകുമ്പോൾ നമ്മൾ നോയ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കുന്നുണ്ട്. ടി ഓഫ് സെഡ് ഇൻറ്റു ടി ഓഫ് സെഡ് റേസ് ടു മൈനസ് 1 ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് 1. അതിൻ്റെ ഇതേപോലെ തന്നെ റെസിഡ്യൂ തിയറം വെച്ചിട്ട് മോഡ് സെഡ് ഈക്വൽ ടു 1 ഉള്ളിൽ വരുന്ന പോൾസിൻ്റെ റെസിഡ്യൂ കണ്ട് അങ്ങനെയും ചെയ്യാം. തൽക്കാലം ഈ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. കാരണം ഇതാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, സോ ദ ക്വസ്റ്റിനിലേക്ക് വരാം. In the IAR system given below, the products are rounded to 4 bits including the sign bit. H of z equal to 1 divided by 1 minus 0.35 z raised to minus 1 into 1 minus 0.62 z raised to minus 1. Find the output round of noise power in a direct form realization B, കാസ്കേഡ് റിയലൈസേഷൻ. സോ രണ്ട് മെത്തേഡുകൾ വഴിയും കാണാൻ പറയും. ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ ആണെങ്കിലും കാസ്കേഡ് റിയലൈസേഷൻ ആണെങ്കിലും എന്താണ് ഔട്ട്പുട്ട് റൗണ്ട് ഓഫ് നോയ്സ് പവർ എന്നുള്ളത് കാണാൻ പറഞ്ഞിരിക്കുകയാണ്. എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റിനിൽ ഇത് എല്ലാം കൂടിയിട്ട് ചോദിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇവിടെ എല്ലാം കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ കാസ്കേഡ് വരുമ്പോൾ തന്നെ രണ്ട് കണ്ടീഷൻസ് വരും. അതായത് ഇപ്പോൾ ഇതിനെ കാസ്കേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ രണ്ടെണ്ണം സ്പ്ലിറ്റ് ആക്കിയിട്ട് കാസ്കേഡ് ആക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. ആ സ്പ്ലിറ്റ് ആക്കുമ്പോൾ തന്നെ നമുക്ക് ഏത് ആദ്യം എഴുതണം എന്നുള്ളത് ഡിപ്പെൻസ് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് രണ്ടും കിട്ടുന്നതും രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. മൊത്തത്തിൽ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു 3 മെത്തേഡുകളിലൂടെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിന് ഉപയോഗിക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. ടോട്ടൽ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ എററിൻ്റെയും ഓരോ പ്രൊഡക്റ്റിൻ്റെയും കറസ്പോണ്ടിങ് എറർ വെച്ചിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ചിട്ടുള്ള വാരിയൻസ് കണ്ടുപിടിക്കും, വാരിയൻസ് പവർ, നോയ്സ് പവർ. അപ്പോൾ അതെല്ലാറ്റിൻ്റെയും സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടും. അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇമ്പൾസ് റെസ്പോൺസ് വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാം. 4 ബിറ്റ്സ് ആണ് ഇതാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറെ ഒന്നും പറയാത്ത സ്ഥിതിക്ക് നമുക്ക് എന്തെടുക്കാം, സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് ഒന്നും പറയാത്ത സ്ഥിതിക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നമ്മളുടെ സ്റ്റെപ്പ് സൈസ് Q is equal to 2 raised to minus B എന്നെടുക്കാം. അത് അസ്യൂമിങ് റേഞ്ച് -1 to 1. അത് വേണമെങ്കിൽ എഴുതാം. അസ്യൂമിങ് റേഞ്ച് -1 to 1, അതായത് R equal to 2. അതായത് ഈ സാധനം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് എങ്ങനെയാണ് വരിക, 2 divided by 2 raised to B plus 1. ഈ B plus 1 ആണ് നമുക്ക് തന്നിട്ടുള്ള ബിറ്റ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ B plus 1 equal to 4 ആണ് തന്നിട്ടുള്ളത് ഇൻക്ലൂഡിങ് ഇത്. ഓക്കെ, ഇപ്പോൾ ഈ കേസിൽ നമുക്ക് വരിക 2 raised to എന്ത് വരും, -2 raised to -3, which will be equal to 0.125 അല്ലേ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ എറർ അറിയാലോ, സിഗ്മ ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും, വാരിയൻസ് ഓഫ് നോയ്സ് സോഴ്സ്. ഓരോ നോയ്സ് സോഴ്സിൻ്റെ വാരിയൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. വാരിയൻസ് ഓഫ് നോയ്സ് സോഴ്സ് അല്ലെങ്കിൽ വാരിയൻസ് എന്താ പറയുക, എറർ ഓഫ് നോയ്സ് സോഴ്സ്. അതാണ് ഈ സിഗ്മ ഇ സ്ക്വയർ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓൾറെഡി നമുക്ക് അറിയുന്നതാണ് Q സ്ക്വയർ ഡിവൈഡ് ബൈ 12. അതിനിവിടെ വേറെ ഡിറൈവ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇക്വേഷനിൽ Q സ്ക്വയർ ബൈ 12 വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.125 സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 വരും, വിച്ച് വിൽ ബി ഈക്വൽ ടു 1.3021 ഇൻറ്റു 10 raised to -3. ഇപ്പോൾ ഇത് നമുക്ക് ബേസിക് ആയിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യം തന്നെയാണ്, ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഏറ്റവും ആദ്യം തന്നെ അത് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് എന്തിലേക്ക് വരാം, രണ്ട് മെത്തേഡുകളാണ് പറഞ്ഞിട്ടുള്ളത്, ഡയറക്റ്റ് ഫോം
അപ്പോൾ ആദ്യം ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ്റെ കേസ് നോക്കാം. സോ ഡയറക്റ്റ് ഫോം. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ഫോം ഓൾറെഡി നമ്മുടെ ഓൾറെഡി ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുത്ത് എഴുതിയിട്ട് തന്നെ അതിൽ നിന്ന് തുടങ്ങാം. നമുക്കറിയാം h of z is equal to 1 divided by 1 minus 0.35 z raised to minus 1 into 1 minus 0.62 z raised to minus 1. ഇതാണ് നമ്മളുടെ കയ്യിൽ നിൽക്കുന്നത്. ഇത് നമുക്ക് ഫോർമാറ്റിൽ ആക്കണമെങ്കിൽ, ഏത് ഡയറക്റ്റ് ഫോമിൽ ആക്കണമെങ്കിൽ ഇങ്ങനെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുന്നതിന് താഴെ പ്രൊഡക്റ്റോടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതിയിട്ട് ആക്കുന്നതായിരിക്കും എളുപ്പം. സോ ആ ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് ആക്കാം. ഇത് ജസ്റ്റ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്ത് മാത്രമേ അവിടെ എഴുതുന്നുള്ളൂ. അപ്പോൾ എന്തായിരിക്കും വരിക? 1 minus 0.97 z raised to minus 1 plus 0.217 z raised to minus 2. ഈ രീതിക്കാണ് കിട്ടുക. ഇതിനെ ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഡിനോമിനേറ്റർ പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള പോർഷൻ മാത്രമേ വരുള്ളൂ. 2 z raised to minus 2 ഉണ്ട്. അപ്പോൾ 2 ഡിലേ എലമെന്റ്സ് വരും. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഇവിടെ വരയ്ക്കുന്നു മാത്രം. ഓക്കെ, അതിൻ്റെ റിയലൈസേഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ഓഫ് n ആണെങ്കിൽ ഇത് നമുക്കറിയാം ലെഫ്റ്റ് സൈഡിലേക്കാണ് ഡിനോമിനേറ്റർ എഴുതുക. അതിൽ തന്നെ എന്താ നെഗറ്റീവ് ഇല്ലാത്ത രീതിയിലാണ്, നെഗറ്റീവ് കൂടി എടുത്തിട്ടാണ് അപ്പോൾ ഇത് വരുമ്പോൾ എന്ത് വരും? 0.97 വരും. അടുത്തപ്പം -0.217 വരും. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മളുടെ ഈ ഒരു റിയലൈസേഷൻ വരുന്നത്, ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ്റെ ഫിഗർ വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമുക്ക് എന്ത് വേണം? എന്താ ഇതിൻ്റെ കറസ്പോണ്ടിങ് വിത്ത് എറർ സോഴ്സ് ഉള്ളതും കൂടി വരയ്ക്കണം. അപ്പോൾ ഇത് വിത്തൗട്ട് എറർ സോഴ്സ് ആണ്. പിന്നെ ഇതിൽ എറർ സോഴ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ഉള്ളത്. അപ്പോൾ 2 എറർ സോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ 2 എറർ സോഴ്സ്, ഇത് വെറും ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ. അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. ഓക്കെ, ഇത് സിമ്പിൾ ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ. ഇനി ഇതിൻ്റെ തന്നെ വിത്ത് എററിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇതിൽ നമ്മളപ്പോൾ എന്ത് ആഡ് ചെയ്യണം? എറർ സോഴ്സ് ആഡ് ചെയ്യാണ് വേണ്ടത്. സോ എറർ സോഴ്സ് എന്ന് പറയുന്നത് എവിടെ? ഈ പ്രൊഡക്റ്റ് എടുക്കുന്നിടത്താണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്നിടത്ത് അത് എന്തായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞത്? പുതിയ നോയ്സ് സിഗ്നലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. നടക്കുന്ന സ്ഥലത്ത് അവിടെ രണ്ടും എന്തായിട്ടാണ്? എറർ ആയിട്ടാണ്, ഇൻപുട്ടായിട്ടാണ് വരുന്നത്. ഇങ്ങനെ 2 ഇൻപുട്ടുകളായിട്ട് വരും. അപ്പോൾ ഇതിനെ നമുക്ക് ഒരെണ്ണത്തിന് E1 കൊടുക്കാം, E1 of n, രണ്ടാമത്തെ E2 of n. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 എററുകൾ വരും. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഈ സാധനങ്ങളെല്ലാം എവിടേക്ക് തന്നെ ഒരൊറ്റ പോയിന്റിലേക്ക് തന്നെയാണ് വരുന്നത്. എല്ലാം ഇൻപുട്ടിലേക്ക് കണക്റ്റ് ആവുന്ന പോലെയാണ്. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ എന്ത് റെപ്രസെൻറ്റ് ചെയ്താൽ മതി? ഇതൊക്കെ കൂടിയിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒക്കെ കൂടിയിട്ട് ഈ ഒരൊറ്റ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോലെ വേണമെങ്കിൽ നമുക്കത് റെപ്രസെൻറ്റ് ചെയ്തിട്ട് വരയ്ക്കാം. ഇതിൽ നമുക്ക് ഈ സോഴ്സുകൾ അതിനൊക്കെ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഇവിടെ തന്നെ കൊണ്ടുപോയിക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് ബ്ലോക്ക് ഒരൊറ്റെണ്ണം മാത്രം ആക്കിയിട്ട് അതിലേക്ക് എല്ലാം കൂടി വന്നു ചേരുന്ന രീതിയിൽ നമുക്ക് വരയ്ക്കാം. അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഡയറക്റ്റ് രണ്ട് നമ്മുടെ എറർ സോഴ്സുകളാണ്. അത് രണ്ടും ഇവിടെ ഇൻപുട്ടുകളായിട്ട് നമുക്ക് ആഡ് ചെയ്യുന്നു എന്നുള്ള പോലെ. ഓക്കെ, അപ്പോൾ ഇത് E1n, E2n. അപ്പോൾ ഇങ്ങനെയായിട്ട് നമുക്ക് മാറ്റാം. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തിത്രേ ഉള്ളൂ. ബോത്ത് ദ നോയ്സ് സോഴ്സസ് ആർ ഓൾ അറ്റ് ദ ഇൻപുട്ട് ഓഫ് ദ സിസ്റ്റം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്കിവിടെ വേണ്ടത് ഇവർ കാണുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ നോയ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടാണ് അതിൻ്റെ ബേസിലാണ് ഇനി ചെയ്യേണ്ടത്.
ഇപ്പോൾ ഈ നോയ്സ് നോക്കിക്കഴിഞ്ഞാൽ E1 നോക്കിക്കഴിഞ്ഞാലും E2 നോക്കിക്കഴിഞ്ഞാലും അത് അങ്ങോട്ട് കാണുന്നത് മൊത്തത്തിനെ തന്നെയാണ്. ഇൻപുട്ട് നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഇതും നിൽക്കുന്നത്. അപ്പോൾ മൊത്തം ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നെയാണ് ആര് കാണാൻ പോകുന്നത്? E1 ആയാലും കാണാൻ പോകുന്നത്, E2 ആയാലും കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ നോയ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ T1 T2 എന്നൊക്കെ എടുക്കുന്നത് എന്ത് തന്നെയാണ് വരിക? സെയിം തന്നെയാണ് രണ്ട് കേസിലും വരിക. അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം. ദെർഫോർ നോയ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ NTF ഞാൻ എഴുതുന്നുള്ളൂ ഫോർ നോയ്സ് സിഗ്നൽ. ആദ്യത്തെ നോയ്സ് സിഗ്നൽ E1 ഓഫ് n ഈസ് ഈക്വൽ ടു, അതിനിപ്പോൾ നമ്മൾ T1 Z എന്ന് വിളിക്കുകയാണെങ്കിൽ അത് ഈക്വൽ ടു എന്ത് തന്നെയാണ് വരിക? H ഓഫ് Z തന്നെയാണ് വരിക. അതേപോലെ തന്നെ നമ്മളിപ്പോൾ NTF ഫോർ നോയ്സ് സിഗ്നൽ E2 ഓഫ് n എടുത്തു കഴിഞ്ഞാലും അതെന്ത് തന്നെ, അതിനിപ്പോൾ T2 ഓഫ് Z എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാലും അതെന്ത് തന്നെയാണ് വരിക? H ഓഫ് Z തന്നെയാണ് വരിക. ഇനിയിപ്പോൾ H ഓഫ് Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം എന്താ? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.35 Z raised to minus 1 into 1 minus 0.62 Z raised to minus 1. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലെടുക്കുന്നത്. ഇത് തന്നെ വേണമെങ്കിൽ നേരത്തെ പോലെ മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല, നമുക്ക് ഇത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എളുപ്പം ഇത് ഉപയോഗിക്കുന്നത് എപ്പോഴും Z മൈനസ് എന്നുള്ള ഫോമിലേക്ക് വെക്കുക. അപ്പോൾ ഈ Z raised to minus 1 വേണ്ട, അപ്പോൾ നമ്മൾ പോസിറ്റീവ് പവറിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ ബൈ Z എന്നുള്ള രീതിയിലല്ലേ വരിക? 0.35 ബൈ Z. അപ്പോൾ അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരിക Z മൈനസ് 0.35 ബൈ Z വരും. ഇവിടെ ഒരു Z മൈനസ് 0.62 ബൈ Z വരും. അപ്പോൾ രണ്ട് Z മേലേക്ക് വന്നാൽ Z സ്ക്വയർ ആവും. ഇതിനെ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം, Z സ്ക്വയർ ഡിവൈഡഡ് ബൈ Z മൈനസ് 0.35 ഇൻറ്റു Z മൈനസ് 0.62. ഈ ഒരു ഇതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് തൽക്കാലത്തേക്ക് ആവശ്യം. അപ്പോൾ ഏത് കേസായാലും നമുക്ക് ഈ ഒരു ഇത് തന്നെയാണ് വരാൻ പോകുന്നത്. പിന്നെ ഇവിടെ നമ്മൾ രണ്ട് എന്താ പറയുക, ഔട്ട്പുട്ട് നോയ്സ് പവറുകൾ കണ്ടുപിടിക്കുക. അത് ആദ്യം വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ രണ്ട് എററുകളാണുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഓരോന്നിൻ്റെയും കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ കണ്ടുപിടിക്കാം. ഏറ്റവും ആദ്യം എഴുതിയിട്ടുള്ള ഇത് പ്രകാരം. സോ ഞാൻ ജസ്റ്റ് അസ്യൂം ചെയ്യാണ്, ലെറ്റ് സിഗ്മ E1 ഫസ്റ്റത്തെ എററിൻ്റെ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് നമ്മൾ ഡയറക്റ്റ് ഫോം ആൻഡ് ഡി എന്നൊരു സഫീസും കൂടി ഇട്ടെടുക്കുന്നു. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് നോയ്സ് ആണ്. ഔട്ട്പുട്ട് നോയ്സ് പവർ ഡ്യൂ ടു error signal E1n in direct form realization. ഞാൻ ജസ്റ്റ് അങ്ങനെ എഴുതുന്നു. അതേപോലെ തന്നെ സിഗ്മ E2 OP D സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് നോയ്സ് പവർ തന്നെ ഡ്യൂ ടു E2 ഓഫ് n. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ ഡയറക്റ്റ് ഫോം 2ൽ. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് ആദ്യത്തെ കണ്ടുപിടിക്കാമല്ലോ. ഇപ്പോൾ ഒരെണ്ണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് രണ്ടാമത്തെ. ഇപ്പോൾ ഒരെണ്ണം മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ സിഗ്മ E1 സ്ക്വയർ അല്ലെങ്കിൽ സിഗ്മ E1 OP D സ്ക്വയർ ഈക്വൽ ടു എന്താണ് നമ്മളുടെ ഇക്വേഷൻ? സിഗ്മ E സ്ക്വയർ, കാരണം എല്ലാറ്റിൻ്റെ ഓൾറെഡി നമുക്കറിയാം, ഇൻറ്റു സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി HK സ്ക്വയർ n. അപ്പോൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? നമ്മൾ ഈ HK ഓഫ് n കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ H എന്ന് പറയുന്നത് ഇപ്പോൾ ഈ എടുക്കുന്ന സംഭവം തന്നെയാണ്. ഈ ടിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ T1 കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ഇപ്പോഴത്തെ കേസിൽ വരുന്നതെങ്കിൽ ഇപ്പോൾ അത് നമുക്ക് HK എന്നുള്ളതിന് പകരം വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? H1 എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ആ T1 നിന്ന് കിട്ടേണ്ട സാധനമാണ്. അതിൻ്റെ എന്താ ഇൻവേഴ്സ് ആണ് വരേണ്ടത്. അപ്പോൾ T1 നമുക്ക് ഓൾറെഡി അറിയാം, എന്താ ഇതാണ് അല്ലേ, Z സ്ക്വയർ ബൈ. അപ്പോൾ അത് എഴുതിയിട്ട് അതിൻ്റെ ഇൻവേഴ്സ് എടുക്കേണ്ട കാര്യം നോക്കിയാൽ മതി. അപ്പോൾ ഇതവിടെ ഇക്വേഷൻ നിൽക്കട്ടെ, നമുക്ക് അതിലേക്ക് ചെയ്തു വരാം. സോ വി ഹാവ് T1 ഓഫ് Z ഈസ് ഈക്വൽ ടു Z square divided by Z minus 0.35 into Z minus 0.62 അല്ലേ, ഇത് ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയിട്ട് ഇൻവേഴ്സ് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ Z ട്രാൻസ്ഫോമിൻ്റെ കേസ് നമുക്കറിയാം T1 വെച്ചിട്ടല്ല ചെയ്യാറ്, ബൈ സെറ്റും കൂടി എടുത്തിട്ടാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുക. അപ്പോൾ അത് ഓർമ്മ വേണം പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുന്നതൊക്കെ. സോ T1 Z by Z ഈക്വൽ ടു ബാക്കിയുള്ളതിനെയാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുന്നത്. സോ T1 Z by Z എന്ന് പറഞ്ഞാൽ ബാക്കി ഇത് ഒഴിവാക്കിയത്, ഒരു സെറ്റ് അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? Z ഡിവൈഡഡ് ബൈ Z മൈനസ് 0. ഇത് ഓൾറെഡി നമ്മൾ സിഗ്നൽസിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യാൻ അറിയാമെങ്കിൽ മാത്സിലും പഠിച്ചിട്ടുള്ളതാണ്, അത്ര എളുപ്പം. ഈക്വൽ ടു നമ്മൾ എഴുതുക A ഡിവൈഡഡ് ബൈ Z മൈനസ് 0.35 പ്ലസ് B ഡിവൈഡഡ് ബൈ Z മൈനസ് 0.62. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി ഇവിടെ എയും ബിയും കാണുക എന്നുള്ള ഒരു കാര്യം മാത്രമേ വരുന്നുള്ളൂ. അതും ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്.
എ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? എ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എയുടെ അടിയിലുള്ളതിനെ അടച്ചു പിടിച്ചിട്ട് എ കാണാൻ വേണ്ടിയിട്ട് എയുടെ അടിയിലുള്ളതിനെ അടച്ചു പിടിക്കുക. അതായത് 0.35 സെഡ് മൈനസ് 0.35 അടച്ചു പിടിക്കുക. സെഡിന് എന്തിട്ട് കൊടുക്കുക? 0.35 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 0.35 ഡിവൈഡഡ് ബൈ 0.35 മൈനസ് 0.62 അതാണ് എ വരിക. അതേപോലെ ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ബിയുടെ അടിയിൽ അടച്ചു പിടിക്കുക. സെഡിന് 0.62 ഇട്ട് കൊടുക്കുക. അപ്പോൾ 0.62 ഡിവൈഡഡ് ബൈ 0.62 മൈനസ് 0.35 എന്ന് വരും. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂസ് വരിക. ആദ്യത്തെ മൈനസ് 1.296 വരും, രണ്ടാമത്തെ 2.296. ഇതാണ് എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു മൈനസ് 1.296 ഡിവൈഡഡ് ബൈ z മൈനസ് 0.35 ആദ്യത്തെ ടേം പ്ലസ് 2.296 ഡിവൈഡഡ് ബൈ z മൈനസ് 0.62 രണ്ടാമത്തെ ടേം. അപ്പോൾ ഇതാണ് നമ്മളുടെ T1 ബൈ സെഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് പ്രകാരമാണെങ്കിൽ നമുക്ക് എഴുതേണ്ടത് T1 സെഡ് ആണ്. സോ T1 ഓഫ് സെഡ് ജസ്റ്റ് ആ സെഡ് തിരിച്ച് അങ്ങോട്ട് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ആ സെഡിനെ തിരിച്ച് അങ്ങോട്ട് എഴുതുക. പിന്നെ ഇൻവേഴ്സ് എടുക്കുക മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ അതെന്ത് വരും? ഇവിടെ ഇൻറ്റൊരു സെഡ് വരും, ഇൻറ്റൊരു സെഡ് വരും. സോ ദെർഫോർ നമുക്ക് H1 ഓഫ് n ആണ് നമ്മൾ ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നതെങ്കിൽ ഈക്വൽ ടു എന്തൊരു മൈനസ് 1.296 ഇൻറ്റു ബാക്കി യു എ റേസ് ടു എൻ യു ഓഫ് എൻ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക? 0.35 റേസ് ടു എൻ യു ഓഫ് എൻ പ്ലസ് അടുത്തത് 2.296 ഇൻറ്റു 0.62 റേസ് ടു എൻ യു ഓഫ് എൻ. ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഈക്വേഷനിൽ. ഓക്കെ, സിഗ്മ ഇ സ്ക്വയർ. അപ്പോൾ അതിൽ നമുക്ക് ഒരു H1 സ്ക്വയർ എൻ വേണം. അത് വേണമെങ്കിൽ നമുക്കൊന്ന് ആദ്യം കണ്ടുപിടിച്ച് വയ്ക്കാം. അപ്പോൾ ഇത് H1 n ആയിട്ടുള്ളൂ. ദെർഫോർ H1 സ്ക്വയർ എൻ ഈക്വൽ ടു എന്താ വരിക? ഇതിൻ്റെ ഹോൾ സ്ക്വയർ ആണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ ഇത് സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആ രീതിയിൽ വരും. അപ്പോൾ ഇത് ഈക്വൽ ടു എന്തെന്നാ വരിക? നമുക്കിവിടെ മൈനസ് 1.296 സ്ക്വയർ വരും. ഓക്കെ, ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യില്ല. ഡയറക്റ്റ് നേരെ അതിലേക്ക് തന്നെ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പോകാം. അപ്പോൾ അതായത് നമ്മുടെ ഈക്വേഷനിലേക്ക് ഡയറക്റ്റ് വരുന്ന രീതിയിൽ ഈ ഈക്വേഷൻ ഡയറക്റ്റ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് ചെയ്യാം. കുറച്ചും കൂടി സമയം സേവ് ചെയ്യാം. മറ്റു ചില ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവർക്ക് അങ്ങനെ ചെയ്തു വന്നാലും മതി. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഈക്വൽ ടു എനിക്ക് എന്തെന്ന് എഴുതാം? ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയറിൻ്റെ വാല്യൂ ഞാൻ അവസാനം കൊടുക്കുന്നുള്ളൂ. സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. ഇവിടെ എന്ത് വരും? മൈനസ് 1.296 ഇൻറ്റു 0.35 റേസ് ടു n. പിന്നെ യു ഓഫ് എൻ ഒന്നും ഞാൻ എഴുതുന്നില്ല. 2.296 ഇൻറ്റു 0.62 റേസ് ടു n ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ ദിസ് തിങ് വിൽ ബി ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ. ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ മെയിനായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ നമുക്കറിയാം GP ആണ് വരാൻ പോകുന്നത്, സ്ക്വയർ വരും. അപ്പോൾ ഈ ഒരു ടേം കോൺസ്റ്റന്റ് ആണ്, അത് വെറുതെ പുറത്തേക്ക് മാറ്റി നിർത്താം. അതായത് നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? മൈനസ് 1.296 സ്ക്വയർ മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളൊരു GP വരാൻ പോകുന്നത് ഇത് റേസ് ടു 2 ഒരെണ്ണം എ സ്ക്വയറിൻ്റെ ടേം ഇത് വരും. അപ്പോൾ അതിൻ്റെ സമ്മേഷൻ എഴുതി കഴിഞ്ഞാൽ 1/1 മൈനസ് ആർ. 1/1 മൈനസ് ആർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളുകൾ ചെയ്തിട്ടുള്ളൂ, ഞാൻ വേൻ ചെയ്ത് പോവാണ്. 1 ഡിവൈഡഡ് ബൈ 0.35 സ്ക്വയർ വരും അല്ലേ? 35 സ്ക്വയർ വരും ആദ്യത്തെ. ഇനി അതേപോലെ നമുക്ക് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ab എന്നുള്ള രീതിയിൽ. അപ്പോൾ മൈനസ് വരും, കാരണം ഇതിൻ്റെ ഒരു മൈനസ് 2 ഇൻറ്റു ഇതിൻ്റെ 1.296 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഇതിലത്തെ കോൺസ്റ്റൻറ്റുകൾ മാത്രം ഞാൻ എഴുതിയത് 2.296 ഈ ഡിവൈഡഡ് ബൈ, അതായത് ഇൻ്റെ ഒരു 1 മൈനസ് ആർ എന്നുള്ളത് വരുന്നല്ലോ. ആ ആറ് വരുന്നത് ഇത് രണ്ടിൻ്റെയും AB ആണ് എടുക്കുന്നത്. ഇപ്പോൾ 0.35 റേസ് ടു എനും 0.62 റേസ് ടു എനും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടിയിട്ടുള്ളതാണ് ആറ് എന്ന് പറയുന്നത്. അപ്പോൾ 1 മൈനസ് 0.35 ഇൻറ്റു 0.62 എന്നാണ് വരിക ആ ടേം. പ്ലസ് ഇനി ഒരെണ്ണം സെക്കൻഡ് ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ അതെന്താ? 2.296 സ്ക്വയർ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.62 സ്ക്വയർ വരും. ഓക്കെ, ഇപ്പോൾ ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ കാര്യമായി. സോ ഈക്വൽ ടു നമുക്ക് ഓരോന്നിൻ്റെയും വാല്യൂ എടുക്കാം.
സോ സിഗ്മ ഇ സ്ക്വയർ നമ്മൾ ഓൾറെഡി ഏറ്റവും ആദ്യത്തിൽ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സിഗ്മ ഇ സ്ക്വയറിൻ്റെ വാല്യൂ എന്തായിരുന്നു? സിഗ്മ ഇ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.3021 ആയിരുന്നു. ഇനി ഇതിലത്തെ ഓരോ ടേമുകളുടെയും വാല്യൂ വരിക, ഫസ്റ്റത്തിൻ്റെ വരിക 1.914 ചെയ്ത് നോക്കുക നിങ്ങൾ. പ്ലസ് അടുത്തതിൻ്റെ മൈനസ് ആണ്, മൈനസ് അടുത്തതിൻ്റെ വാല്യൂ വരിക 7.600 പ്ലസ് അടുത്തതിൻ്റെ വാല്യൂ 8.563 എന്നാണ് വരിക. സോ ദിസ് വിൽ ബി ഈക്വൽ ടു, ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് 3.7454 അല്ലെങ്കിൽ അതിന് ഓൾമോസ്റ്റ് സെയിം ആയിട്ട് എന്തെങ്കിലും വാല്യൂ കിട്ടും ഇൻറ്റു 10⁻³ ഇതാണ് നമുക്ക് ഒരെണ്ണത്തിൻ്റെ കിട്ടിയിട്ടുള്ളത്, സിഗ്മ E1OP സ്ക്വയർ. ഇത് തന്നെയാണ് ശരിക്ക് എന്തും വരാൻ പോകുന്നത്, ഈക്വൽ ടു സിഗ്മ E2OP ഡയറക്റ്റ് ഫോമിൻ്റെ വാല്യൂ കിട്ടാൻ പോകുന്നത്. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ വേണ്ടത് ടോട്ടൽ അല്ലേ. ദെർഫോർ സിഗ്മ ET എന്ന് ഞാൻ എഴുതുന്നു, സിഗ്മ ETOP ഡയറക്റ്റ് ഫോം സ്ക്വയർ ഈക്വൽ ടു അപ്പം എന്ത് വരും, സിഗ്മ E1OP ഡയറക്റ്റ് സ്ക്വയർ സിഗ്മ E2OP വരും ഈക്വൽ ടു ഇതിൻ്റെ ട്വൈസ് വരും, 2 ടൈംസ് ഈ വാല്യൂ വരും. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 7.4934 ഇൻറ്റു 10⁻³ ഇതാണ് നമുക്ക് ഇതിലത്തെ വാല്യൂ ആൻസർ കിട്ടുക. ഏതിലത്തെ ഫസ്റ്റത്തെ മെത്തേഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ ഡയറക്റ്റ് ഫോം മെത്തേഡ് മാത്രം. ഓക്കെ, അപ്പം ഇനി നമ്മൾ കാസ്കേഡ് റിയലൈസേഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ അറിയാം, h(z) = 1/1 - 0.35 z⁻⁻1 ഇൻറ്റു 1 - 0.62 z⁻⁻1 അല്ലെങ്കിൽ ഇത് z/z - 0.35 ഇൻറ്റു z/z - 0.62 എങ്ങനെ വേണമെങ്കിലും എഴുതാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ 1/, ഈ രീതിയിൽ എന്താ ആദ്യത്തെ ടേം ഇൻറ്റു 1/, അടുത്ത ടേം എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ ഈ രണ്ടെണ്ണത്തിനെ നമ്മളിപ്പോൾ H1 എന്നും H2 എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ അസ്യൂം ചെയ്യുക ഈക്വൽ ഇവിടെ h(z) ഈസ് ഈക്വൽ ടു നമ്മൾ H1z ഇൻറ്റു H2z എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. അത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. H1z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു നമ്മൾ ആദ്യത്തെ എടുക്കുന്നു 1/1 - 0.35 z⁻⁻1 അതായത് z/z മൈനസ് എന്നുള്ള രീതിയിൽ. H2z എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നു എന്താ ഈക്വൽ ടു 1/1 - 0.62 z⁻⁻1 എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇത് ഇനി ഈ രണ്ടെണ്ണത്തിനെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് റിയലൈസേഷൻ ചെയ്യാൻ അറിയാം, ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത് പ്രകാരം റിയലൈസേഷൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടിലും ആകെ എന്താ വരാൻ പോകുന്നുള്ളൂ, ഓരോ ഇത് മാത്രമേ വരാം, കോഎഫിഷ്യൻ്റ് മാത്രമേ വരാനുള്ളൂ. ഇപ്പോൾ ഒരെണ്ണത്തിൽ അതിൻ്റെ നെഗറ്റീവ് ഒഴിവാക്കി എടുക്കുമ്പോൾ എന്ത് വരും, 0.35 ഒരെണ്ണത്തിൽ വരും, അടുത്തതിൽ എന്ത് വരും 0.62 വരും. ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം തന്നെയാണ്. ഇത് എങ്ങനെ റെപ്രസെൻറ്റേഷൻ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇപ്പോൾ ഇത് സേവ് വേണമെങ്കിൽ ഇത് എനിക്ക് x(n) എന്ന് എടുക്കാം. ഞാൻ ഫസ്റ്റത്തെ എൻ്റെ ഔട്ട്പുട്ട് y1n എന്നുള്ള രീതിയിൽ എടുക്കാം. ആ y1n ആണ് കാസ്കേഡ് ചെയ്യുകയാണെങ്കിൽ അടുത്തതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരിക, മൊത്തം ഔട്ട്പുട്ട് ഇവിടെ ആയിരിക്കും വരിക. ഇത് രണ്ടുപേരും കാസ്കേഡ് നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ അല്ലേ. ഈ കാസ്കേഡിങ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിക്ക് മാത്രമൊന്നുമല്ല. ഈ പറഞ്ഞത് H1 ആദ്യം ഇതെടുത്തു, H2 ഇത് എടുത്തു, നേരെ തിരിച്ചും വേണമെങ്കിൽ നമുക്ക് എടുക്കാം. H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/0.62 എന്നുള്ള രീതിയിൽ കൊടുക്കാം. H2 എന്ന് പറയുന്നത് 1/1 - 0.35 എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും പൊസിഷൻ. അപ്പോൾ അത് വെച്ചിട്ട് രണ്ട് തരത്തിൽ നമുക്കിതിനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇത് H1 H2 എന്നുള്ള രീതിയിൽ ഒന്നെങ്കിൽ നമുക്ക് കാസ്കേഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ കാസ്കേഡ് ചെയ്യാം, രണ്ട് പോസിബിലിറ്റീസ് പറയുന്നതാണ്. ഞാൻ ഫുൾ ഫിഗറോടെ വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാസ്കേഡിങ് ചെയ്യുന്നതെങ്കിൽ ഇതിന് തന്നെ രണ്ട് പോസിബിലിറ്റീസ് അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അത് മാക്സിമം പോസിബിലിറ്റീസ് ഇവിടെ നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. H1z ആദ്യം പിന്നെ H2z വരുന്ന രീതിയിലാവാം, അല്ലെങ്കിൽ H2z ആദ്യം പിന്നെ H1z വരുന്ന രീതിയിലാവാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ കാര്യങ്ങൾ മാറും. ഇത് x(n) y(n) തന്നെയാണ്. അപ്പോൾ അത് ഈ ചിത്രം വരയ്ക്കുന്നത് അതിനനുസരിച്ച് മാറും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോന്നിലും ഓരോ എറർ സോഴ്സ് എന്തായാലും വരുന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ എറർ വരുന്ന സംഭവം തന്നെ
എന്താ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓരോ എററിനെ ഏതാണെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാന്നുള്ള ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യം അതിൽ ഡിഫറെൻ്റ് ആവും. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുന്നത്. അപ്പോൾ ആദ്യത്തെ കേസ് എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്കിതിൽ എറർ സിഗ്നലും കൂടിയും കൂട്ടിയിട്ട് ജസ്റ്റ് വരയ്ക്കുകയാണെന്ന് വിചാരിക്കാം. ഞാൻ ജസ്റ്റ് നമുക്കിത് എടുക്കാം, എന്നിട്ട് വരയ്ക്കാം. ഇത് വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല, എന്നാലും നമുക്കൊന്ന് അറിഞ്ഞാൽ തന്നെയാണ് കാര്യം പെട്ടെന്ന് നടക്കുള്ളൂ. ഓക്കെ, ഇതിലിവിടെ എന്ത് വരണം, നമുക്കിവിടെ എറർ ഈ പ്രോഡക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് കൊണ്ടുവരണം എന്നുള്ളൊരു എറർ സോഴ്സ് ആഡ് ചെയ്യുന്നു. ഞാനിതിവിടെ ഒരു സമ്മിങ് ബ്ലോക്ക് കൊടുത്തിരിക്കുന്നു. അതിലേക്ക് ഞാൻ എന്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, എറർ ഇൻപുട്ടായിട്ട് എടുത്ത് കൊടുക്കുന്നു. ഇത്രയുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, E1N, നേരത്തെ ചെയ്തായിരുന്ന പോലെ തന്നെ. ഇതേപോലത്തെ ഒരെണ്ണം കൂടിയും ഇപ്പുറത്തേക്ക് സീരീസിൽ വരും എന്നുള്ളത് മാത്രമാണ് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, അത് ഇങ്ങനെയാണ് നമ്മളുടെ ഫിഗർ വരാൻ പോകുന്നത്. ഇതിലത്തെ കോഎഫിഷ്യൻറ്റുകൾക്ക് വ്യത്യാസമുണ്ട്, അത് ഞാൻ പറയാം. ഇതിൽ രണ്ടെണ്ണമാണുള്ളത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ 0.35 എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഒബ്വിയസ്ലി മറ്റേ 0.62 ആയിരിക്കും ഇത് വരിക. 0.62 എടുക്കേണ്ടി വരും. ഇത് നമുക്ക് E2 ഓഫ് എന്നുള്ള രീതിയിൽ പറയാം. ഇതാണ് ഒരു പോസിബിലിറ്റി, ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് H1Z ആദ്യം, പിന്നെ H2Z എന്നുള്ള രീതിയിൽ അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ളത് H1Z എന്നുള്ള രീതിയിലും ഇതിനെ നമ്മൾ H2Z എന്നുള്ള രീതിയിലും. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് നേരെ തിരിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഈ എന്താ പറയുക, നമ്മളുടെ എററിനെ നമുക്ക് മേലേക്ക് കയറ്റിയെടുക്കാം. അപ്പോൾ ഈ സോഴ്സ് ഇവിടെ പ്ലസ് വയ്ക്കുന്നതും ഇവിടെ വയ്ക്കുന്നതൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ ഇത് നമ്മുടെ എക്സ് ഓഫനും ഇത് വൈ ഓഫനാണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ ഡയഗ്രാം മാറ്റി വരയ്ക്കാൻ വേണമെങ്കിൽ നേരെ സോഴ്സ് അവിടെ മാത്രം എടുത്താൽ മതി, ഇത് മാത്രം എടുത്താൽ മതി. ഇപ്പോൾ നേരത്തെ അതേ ചിത്രം തന്നെ വരും, അതിലേക്ക് നമ്മളത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് വരയ്ക്കാം. ഇതിൽ എന്ത് ഒഴിവാക്കാം, നമുക്ക് ഇതിവിടെ വരച്ച് കാണിക്കുന്നതിന് പകരം ഞാൻ ഡയറക്റ്റ് അങ്ങോട്ട് തന്നെയാണ് കണക്ഷൻ എന്നുള്ള അർത്ഥത്തിൽ എറർ സോഴ്സ് എവിടെ കൊടുത്തിട്ടു, നമ്മൾ ഇവിടെയാണ് എറർ വെക്കുന്നത് എന്നുള്ള രീതിക്ക്. ഇത് നമ്മളുടെ E1 ഓഫ് എന്നും ഇത് E2 ഓഫ് എന്നും. ഇതിൽ നോക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാവേണ്ടത് വെച്ച് കഴിഞ്ഞാൽ E1N മൊത്തമാണ് നമുക്ക് എന്ത് കാണുന്നത്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ, എറർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണുന്ന സമയത്ത് E1ന്റെ എറർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ H1 × H2 വരും. E2ന് എന്ത് മാത്രമേ കാണുള്ളൂ, H2 മാത്രം കാണുള്ളൂ. അതാണ് അതിൽ ഇത് വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത കേസ് വരുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. H2 ഇങ്ങോട്ടും വരും, H1 അങ്ങോട്ടും പോവും. അപ്പോൾ അതിനനുസരിച്ച് E1ഉം E2ഉം പൊസിഷൻ മാറും. അപ്പോൾ അതാണ് അടുത്ത കേസിലത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് വരുന്നത്. ഓക്കെ, അതാണ് ഇതിൽ നിന്ന് നമുക്ക് എഴുതേണ്ട കാര്യം. അപ്പോൾ അത് ഞാനിവിടെ സൈഡിൽ എഴുതി വയ്ക്കാം. എറർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആൻഡ് നോയ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ NTF for E1N ഈക്വൽ ടു T1Z ഈക്വൽ ടു എന്ത് വരും, H ഓഫ് Z തന്നെ വരും. അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ട് എഴുതുന്നില്ല. അതേപോലെ NTF for E2 ഓഫ് N, സെക്കൻഡ് ആണ് ഇത്. ഈ ഒരു എറർ അത് കാണുന്നത് പകുതി ഒരു ഭാഗത്തിനെ മാത്രമേ കാണുന്നുള്ളൂ. ഏതിനെ മാത്രമേ കാണുന്നുള്ളൂ, അതായത് നമുക്ക് പേര് T2 ഓഫ് Z എന്ന് വിളിക്കാം. അത് എന്തിനെ കാണുന്നുള്ളൂ, H2 ഓഫ് സെഡിനെ കാണുന്നു. H2 ഓഫ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1/1 - 0.62 Z⁻⁻1. ഓക്കെ, ഇനി ഇതിൻ്റെ നോയ്സുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനെ നമുക്ക് നോയ്സുകൾ രണ്ടെണ്ണത്തിനെ നേരത്തെ പോലെ എന്തെന്ന് വിളിക്കാം. ഒന്നതിനെ സിഗ്മ E1 OP, ഇത് കാസ്കേഡ് ആണ്, ഞാൻ കാസ്കേഡ് അതിൽ തന്നെ ഫസ്റ്റ് ഫോം സ്ക്വയർ. അപ്പോൾ അതാണ് നമ്മളുടെ ഔട്ട്പുട്ട് നോയ്സ് പവർ പി എന്ന് എഴുതിയിട്ടുള്ളൂ. ഡ്യൂ ടു E1N ഏത് റിയലൈസേഷനില്ല, ഇൻ കാസ്കേഡ് റിയലൈസേഷൻ H1Z × H2Z അന്ന് ഞാൻ അവിടെ എഴുതിയിട്ടില്ല, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അതേപോലെ സിഗ്മ E2 OP കാസ്കേഡ് 1 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഔട്ട്പുട്ട് നോയ്സ് പവർ ഡ്യൂ ടു E2N
ഇൻ ഈ കേസ്. അപ്പോൾ ഇതിൽ ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിലും ആദ്യത്തെ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം അതെന്ന് പറഞ്ഞാൽ നേരത്തെ അതേ കേസിലത്തെ അതേപോലത്തെ സാധനം അത് തന്നെയാണ് വരിക. അപ്പോൾ അത് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പോവാം. സോ ഹിയർ വി ഹാവ് സിഗ്മ E1 OP സ്ക്വയർ C1 എന്ന് പറഞ്ഞത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ട്. അത് വെച്ചിട്ടാണ് പോകുന്നത്. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് 3.7454 ഇൻറ്റു 10⁻³ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത്രയധികം കൂടിയിട്ട് ഒരുമിച്ചൊന്നൊരു പ്രോബ്ലത്തിൽ ചോദിക്കില്ല എക്സാമിന്. ഇത് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള അതായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഇത് കണ്ടുപിടിച്ചാൽ മതി. സിഗ്മ E1 E2 ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്താ വരിക? സിഗ്മ E² ഇൻറ്റു സിഗ്മ എന്ത് ചെയ്യണം? n ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടുത്തെ കേസിലാണ് H2 എന്നുള്ള രീതിയിൽ. ഇവിടെ അതിന് വലിയൊരു ബുദ്ധിമുട്ടും ഇല്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ T2 ഈക്വൽ ടു എന്താ? T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് 1/0.62 അല്ലേ? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.62 z⁻⁻1 ആണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ H2 എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അല്ലേ? എന്താ ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. ഇതിൻ്റെ ഇൻവേഴ്സ് എന്താ? 0.62 u of n. അതാണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരിക. സോ ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ E² സിഗ്മ n ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി 0.62 വരും. ഈക്വൽ ടു എന്ത് വരും? സിഗ്മ E²ൻ്റെ വാല്യൂ നമുക്കറിയാം ഓൾറെഡി. സിഗ്മ E² വാല്യൂ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളതാണ്. എന്തായിരുന്നു? 1.3021 ഇൻറ്റു 10⁻³ ഇൻറ്റു ഇതിൻ്റെ അടുത്ത് എന്ത് വരും? 1/1 0.62 സ്ക്വയർ എന്ന് വരും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2.1152 ഇൻറ്റു 10⁻³ കിട്ടും. അപ്പോൾ ദെയർഫോർ നമ്മുടെ ഇവിടുത്തെ ടോട്ടൽ ഇതാണ് നമുക്ക് കിട്ടുന്നത്. ETOP ഡ്യൂ ടു 1 കാസ്കേഡ് 1² ഈക്വൽ ടു രണ്ടെണ്ണത്തിൻ്റെയും സമ്മ്. അതായത് സിഗ്മ E1 OP C1² കൂട്ടുക സിഗ്മ E2 OP C1² ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 5. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5.8605 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇതേ കാര്യം തന്നെയാണ് അടുത്തതിലും ചെയ്യേണ്ടത്. അടുത്തതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവങ്ങൾ മാറും. H1 അടുത്താണ് വരിക. ആദ്യം ഏതാണ് നമ്മൾ വരയ്ക്കുക? H2 ആണ് ആദ്യത്തിലേക്ക് ഇടാൻ പോകുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. എററിൻ്റെ E1 E2 എന്നൊക്കെ തന്നെ കൊടുക്കുക. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് ഇത് തന്നെ എടുത്തിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. അടുത്ത കേസിലേക്ക് ഓക്കെ. അതേ ചിത്രം തന്നെയാണ് നമ്മുടെ കൊടുന്ന് വെച്ചിട്ടുള്ളത്. അതിൽ മാറ്റേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അത് എന്നിട്ട് അതിനനുസരിച്ചിട്ട് മാറ്റാം. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റേണ്ടത്? H1Z മാറിയിട്ട് ഇത് നമുക്ക് എന്തായി? H2Z ആണ് ആവാൻ പോകുന്നത്. H1Z മാറിയിട്ട് H2Z ആയി. ഇവിടെ ഇത് മാറിയിട്ട് എന്തായി? H1Z ആയി. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇത് പോയിന്റ് എന്തായി മാറും? 62 ആയി മാറും. മറ്റേത് 0.35 ആയി മാറും. അത്ര തന്നെയുള്ളൂ മെയിൻ വ്യത്യാസം. 35 ഇത് 0.62 ഇത് നമ്മളുടെ H2 ഇത് H1. എററിൻ്റെ പേരുകളൊക്കെ അതേപോലെ തന്നെ കൊടുക്കാം. ഇവിടെ ഇനി ഓരോന്ന് കാണുന്നത് മാറ്റം വന്നു എന്നുള്ളത് മാത്രം തന്നെയുള്ളൂ. പക്ഷേ E1ൻ്റെ ഈ കേസിലും സെയിം തന്നെയാണ് വരാൻ പോകുന്നത്. അതായത് NTF E1ൻ്റെ എന്തുതന്നെയാണ്? E1ൻ്റെ ഇപ്പോൾ നമ്മൾ T1Z എന്ന് വിളിക്കുകയാണെങ്കിൽ അത് എന്തുതന്നെയാണ് വരിക? H(Z) തന്നെയാണ് വരിക. കാരണം അത് മുഴുവനായിട്ട് തന്നെയാണ് കാണാൻ പോകുന്നത്. ഈ രണ്ടാമത്തെ കേസിൽ നോയ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് E2Nൻ്റെ കാണുകയാണ്. ഇപ്പോൾ T2Z എടുക്കുകയാണെങ്കിൽ അതിൽ വ്യത്യാസം വരും. അതിപ്പോൾ കാണുന്നത് എന്തിനാണ്? H1Z-നെയാണ്. H1Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിവൈഡ് ബൈ 1 മൈനസ് 0.35 z⁻⁻1. ഈ ഒരു സാധനം മാത്രമേ വ്യത്യാസം വരാൻ പോകുന്നുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ സെയിം തന്നെ. സിഗ്മ നമുക്ക് എന്ന് വിളിക്കാം സിഗ്മ E1 OP കാസ്കേഡ് 2² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ? നോയ്സ് പവർ. ഓക്കെ, നോയ്സ് പവർ ഡ്യൂ ടു ആദ്യത്തെ മൊത്തം ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ. അതേപോലെ നമുക്ക് രണ്ടാമത്തെയും കണ്ടുവരും സിഗ്മ E2 OP
C2 സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് അത് മാത്രമാണ് ഇവിടെ കാണേണ്ടി വരുള്ളൂ. ആദ്യത്തെ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള സാധനമാണ്. രണ്ടാമത്തെ കാണുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്ര തന്നെയാണ് ഇവിടെ ചെയ്യാനുള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ മുഴുവനായിട്ട് ഞാൻ ചെയ്യാൻ നിൽക്കുന്നില്ല, ഡയറക്റ്റ് ആ വാല്യൂസ് മാത്രം പറയാം. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ സിഗ്മ നിങ്ങൾ ചെയ്ത് നോക്കുക, E2 OP C2 സ്ക്വയർ ഇതാണ് കാണേണ്ടി വരിക. അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് 1.483 ഇൻറ്റു 10⁻³ ആണ് കിട്ടുക. അതേപോലെ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള സാധനം സിഗ്മ E1 OP C2 സ്ക്വയർ നേരത്തെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ കണ്ടുപിടിച്ചാണ് 3.7454 ഇൻറ്റു 10⁻³ കിട്ടും. therefore ടോട്ടൽ സിഗ്മ ET OP C2 സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? രണ്ടും കൂടി കൂട്ടുക 5.229 ഇൻറ്റു 10⁻³. ഓക്കെ, ഇത് എളുപ്പമുള്ള കാര്യമാണ്. ഇത് മാത്രമാണ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്നത്.